സമരക്കാരൻ എൻ്റെ ആ വഴിവെക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുമെന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷേ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ ബെറ്റർക്ക് എന്ത് മാത്രം ഉണ്ട് അമ്മ വന്ന് അത് കണക്ക് പറയില്ലേ. മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളത് ചെയ്തത് പോലും ഇല്ലാണ്ടാവും. നമ്മളുടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ വന്ന് നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേട്ടത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്തും പോയില്ല, ഞാൻ മാത്രമാണ് എൻ്റെ പള്ളിക്കാണ് എല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം?